നമസ്കാരം ഗൈസ്, നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാൻ സ്റ്റാർട്ട് ചെയ്ത് റെഡി ചെയ്തിരിക്കണം കേട്ടോ. എവിടേക്കാണല്ലേ? വയനാട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞ് റെഡി. ഞാൻ ബദ്രു 4 പേരാട്ടോ യാത്ര പോണേ. അപ്പോൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഓക്കെ അമ്മോ. സാധനമൊക്കെ സെറ്റാക്കിട്ടോ വണ്ടിയിൽ. അവിടെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അമ്മ വന്നു. അപ്പം ഇനി ഓൺ ദ വേയിൽ കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി ഒരാൾ കൂടി ഉണ്ട്. ഒരാള് ഓൺ ദ വേയിലാണ്. അടുത്ത ട്രിപ്പിൽ കയറും. അടുത്തതിലല്ലേ? ഇവിടെ റോഡ് പണിയാർക്കുന്നുണ്ടോ? റോഡ് പണി എടുക്കാൻ ഒത്തിരി പ്രശ്നമാണ് യാത്ര. അടുത്ത കൊണ്ട് തീരുമല്ലേ വർക്ക്? ഇത് പാലം കഴിഞ്ഞില്ലല്ലേ? വലിയ ഹൈറ്റിലാലെ തന്നെ ചേറ്റോ പാലത്തിന്റെ പണിയാന്നുകൊണ്ടിരിക്കാം. ചേറ്റോ പാലം ഇനി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവിടെ അല്ലേ? പടപടാജു വണ്ടികളൊക്കെ. നല്ല റോഡ് പോകും. നല്ല ഹൈറ്റൊക്കെ ഉണ്ടല്ലേ അവിടെ. ഇതപ്പോൾ എന്തെങ്കിലും എടുത്തിട്ട് പണി നടക്കുന്നുണ്ട്. അതവിടെ അല്ലേ ആ വളവിൽ കക്ക സമൂസ. അവിടെ ആ വളവില് നമ്മളിവിടേക്ക് അവിടെ നല്ല കക്ക സമൂസ കിട്ടും. നമുക്ക് അടി നമ്മളേ ഇവിടേക്ക് കൊണ്ടുവരാൻ പാട്ടില്ലേ? അപ്പോഴേ എടുക്കണ്ട്. ഇങ്ങനത്തെ സാധനമൊക്കെ ഇന്നലെ വണ്ടിയിൽ കൊണ്ടുവന്നുണ്ടോ? അപ്പോൾ ഗൈസ്, നമ്മ ചാവക്കാട് എത്തി. ഓൺ ദ വേ ആണ്. കിച്ചുണ്ട് ഇവിടെ. കിച്ചോ നോക്ക്. അപ്പോൾ അതൊരു ATM ഒന്ന് പോയിരിക്കാം. നല്ല റോഡായില്ല അവിടെയൊക്കെ.
മറ്റേ വിഷ്ണു അല്ലേ? അതിനൊപ്പം എനിക്ക് ഏനിയുണ്ട്, അത് വലിയ കാര്യമില്ല. പണി കിട്ടി ഗൈസ്. ചമ്മറട്ടം പാലം കഴിഞ്ഞിട്ട് ബ്ലോക്ക്, അസല് ബ്ലോക്ക് വെച്ചാൽ അസല് ബ്ലോക്ക്. ഒരു 10-15 മിനിറ്റ് ആയി കിട്ടണം അല്ല? അതിലൊന്ന് നല്ല റോഡ് അല്ലേ? റോഡിൻ്റെ അവസ്ഥ നോക്കി. റോഡല്ലത് കല്ലുംകട്ട. ചോക്ലേറ്റ് പ്രമോദ കഷ്ടായി പോയി. 6 കഷ്ണം അനങ്ങി ആകെ ഒരു 200 മീറ്റർ നീങ്ങി. ഒരു സൈഡ് വിടണുള്ള വണ്ടി അതാണ്. ബ്ലോക്കിന്റെ കാരണം ഇതാണ്. റോഡ് പണി നടന്നുകൊടുക്ക. ഒരു സൈഡ് കടത്തി വിടണല്ലോ, അതാണ് സംഭവം. ഭയങ്കര ആകെ ചെളി ഇറക്കിയല്ലോ സൈഡ്. അടുത്ത ഗസ്റ്റ് വരുന്നു. ഗസ്റ്റ് മറ്റേ വീണ്ടും എത്തിയിരിക്കുന്നു അല്ലേ? തിരിച്ച് വീട്ടില് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. നമ്മ കോഴിക്കോട് ബീച്ചിലെത്തി. എങ്ങനെ നല്ല തിരക്കും കാര്യങ്ങളാ. കോഴിക്കോട് ബീച്ച് ഗംഭീരല്ലേ? ചായ കുടിച്ചിട്ട് ചായ കുടിക്കാ. സമയം 1 മണി. എനിക്ക് ബീച്ചിലെ തിരക്ക് നല്ല തിരക്കാ. ഇജോ നല്ല ഉറക്കുറങ്ങി അല്ലേ? ഉച്ചക്ക് നല്ല ഉറക്കുറങ്ങി. ഇപ്പം നമ്മുടെ വയനാട്ട് യാത്രയിൽ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് കയറിയിരിക്കുകയാണ്. ബീച്ചിലെ തിരക്ക് വെച്ചിപ്പോൾ രാത്രി 1 മണി 1 നിറച്ച ആൾക്കാരാ. ഇങ്ങനെ കഴിക്കണം വേണ്ട നോക്കി. ഞങ്ങളിപ്പോൾ ഒരു ചായ കുടിക്കാൻ വെച്ചിട്ട് ഇറങ്ങിയിരിക്കുക. ചായ ബീച്ച് ഫുള്ളാക്കി വന്നിട്ടാ. രാത്രി 1 പറക്കും. അത് പോയി. ഏറുപടക്കം പൊട്ടിക്കരി കേട്ടാ. ഇട്ടാ പൊട്ടിയാ ഏറുപടക്കുന്നല്ല അറിയാം. ഓ എത്ര പൊട്ടിയുടെ നടക്കുമ്പോ മണ്ണി കൂടെ അല്ല ആയിക്കൂടെ മേത്തിക്കറിഞ്ഞിരിക്കുക. ഇത് നമ്മുടെ തോട്ടന്റെ മിനി തോട്ടയാണ്. പൊട്ടിയില്ല ഗൈസ്. തൂറ്റിപ്പോയി. റെഡ് ഇല്ല പോയി.
കേറ് നമ്മൾ ഇവിടെ സ്റ്റെപ്പ് എടുക്കും, നമുക്ക് ഇത് കൂടെ വരാം. ഒരു ചെറിയ കുട്ടീനെ കണ്ട പാവം. വേർപടക്കം പൊട്ടിച്ച് കളിക്കുന്നു. ഫുൾ ആക്റ്റീവ് ഉണ്ടാവും ബീച്ച്, സെറ്റ് ബീച്ച്. ഇതാർക്കും വരണ്ട. പിന്നെ ചായ കുടിച്ചിട്ട് ഗൈസ്, ചായ ഒന്ന് ഗൈസ്, ചായ ചായ ഒന്ന്, ചായ 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 ഉണ്ട്, എങ്ങനെയുണ്ട് ചായ? കുഴപ്പമില്ല ചായ. ഉന്നക്കായ എന്നിട്ട് എന്താണ് സാധനം? രസണ്ടാ അരിപ്പൊടി കുഴക്കില്ലേ? അരിപ്പൊടിയാ? പാറക്കല്ലിങ്ങനെ അടക്കിടക്കിടക്ക് വെച്ചിലേക്ക് 1 2 3 4 5 6 7 8 10 പാറകൾ അല്ല, കുറേ പാറക്കല്ലുകൾ ഇതുപോലെ ഉണ്ട് കേട്ടോ. ഒരു രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ബോട്ട് മീൻ പിടിക്കണ ഉണ്ടോ കടലില്? എത്ര എടുത്ത് നോക്കി ബോട്ട് പണിക്കല്ലേ? അപ്പൊ ആഴണ്ടാവട്ടോ അവിടെ, വലട്ട് പോണു. ഇപ്പൊ സൈഡിൽ മീൻ ഉണ്ടെന്ന് തോന്നണം കേട്ടോ. ഈ തൊട്ടടുത്തൂടിയ ബോട്ട് പോണത് തോന്നുന്നു. അവിടെ മീൻ ഉണ്ടാവണ്ട, വലട്ട് കൊണ്ടുവരും. സംഭവം അതായിരിക്കും, മീൻ എടുത്തുണ്ടാവും, ചാകര എന്തെങ്കിലും ഉണ്ടാവും. മമ്മൂസ് അമ്പല്ലേ? മമ്മൂസ് ഓർഡർ ചെയ്ത് നിങ്ങൾ മമ്മൂസ് ടെസ്റ്റ് ചെയ്യാൻ പോകട്ടോ. അയ്യോ, ഇത് മറ്റേ പ്ലേറ്റിലല്ലേ? മമ്മൂസ് ജിബ്ബത്തെ ജിബ്ബ് ജിമ്മ് ജിമ്മ് കട്ടല് കട്ട. ആ എത്ര മാസം പോയി ജിമ്മിന്? ഒരാഴ്ചയാ? 2 മാസം ഒന്നും പോയിട്ടില്ല. 2 മാസം ഒന്നും പോയിട്ടില്ല. 2 മാസത്തെ പൈസ കൊടുത്തിട്ട് 1 മാസം ഇട്ട് പോയി. 2 മാസം പോയി. ഛർദിച്ച് കൊളക്കില്ല ജിമ്മിന് പോയിട്ട്. കൊതു തന്നെ, ഡ്രാമാറ്റിക് സ്റ്റൈലാ. മമ്മൂസ് തിന്നണ കോലൊന്നിക്ക് കട്ട് ചെയ്യാ. എന്താ ചെയ്യണേ? നല്ല ചൂടവായ ഉള്ളൂ. കമന്ററി ഇല്ല കേട്ടാ. എന്താ എന്താ ഞമ്മക്കടിങ്ങനെ എങ്ങനെയുണ്ട്? സെറ്റാ? ഇവിടെ എന്താ കളിക്കേ? തേച്ച് പിടിപ്പിക്കിട്ടില്ല.
ആ കാറ്റ് കൊടുക്ക്, അത് മൊത്തം ഇട്. നമ്മൾ ഇങ്ങനെ അടിക്കാം, ഇങ്ങനെ കുത്താം, എന്നിട്ട് ഇങ്ങനെ മുക്കാം. കണ്ട മമ്മൂസ് കഴിക്കുന്ന രീതി കേട്ടോ. കേട്ടോ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്നിട്ട് രസാട്ടാ. സോറി പിന്നെ കൂടുതൽ എനിക്കറിയാം 3976 അതുണ്ട്, അത്രയുണ്ട്, മാറ്റാൻ പറ്റുമോ? ഞാനും ടെസ്റ്റ് നോക്കട്ടെ കേട്ടോ. അന്നത്തെ എണ്ണി വെച്ചിട്ടുണ്ട്. എന്റെ അലയിൽ 8064 കൂടി. കുഴപ്പമില്ല. കഴിക്കുവാ. അങ്ങനെ രണ്ടും കുഴപ്പമില്ല. ചമ്മന്തി അല്ല, ചില്ലി ഫ്ലേക്സ് വേണ്ട. ചമ്മന്തി ചമ്മന്തി വേണം. സെറ്റ് സാധനം കേട്ടോ മമ്മൂസ്. നമുക്ക് വേണ്ടിയിട്ട് രണ്ട് ആക്ച്വലി ഞങ്ങള് ഒരു പ്ലേറ്റിൽ 5 എണ്ണാണുള്ളത്. ബട്ട് ആ ചേട്ടൻ നമുക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, ആ ചേട്ടന്റെ സത്യസന്ധത, കൈൻഡ്നെസ്, പിന്നെന്താ നന്മമരായതുകൊണ്ട് അങ്ങനെ എന്തൊക്കെ ആവട്ടെ നമുക്ക് 6 എണ്ണം തന്നിട്ടുണ്ട് ഗൈസ്. ബട്ട് 50 രൂപയാണ് കണ്ടോ. ബട്ട് വയറിന് പ്രശ്നമുള്ള ആള് ഞാൻ ചേട്ടാ തിന്നോല്ലേ, പിന്നെ കിട്ടൂലേ. ക്യാമറമാൻ വേണുവിനോട് പറയുന്നത് മമ്മൂസ് ഭ്രാന്തി. ഒന്നും പറ. അത് എന്റെ ഫാൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കും, എന്താ ചേച്ചിക്ക് ഇത്ര ക്ഷീണം? അപ്പൊ പറയണത് ഞാൻ മംഗലാപുരത്ത് പോയിട്ട് ഇന്നലെ നൈറ്റ് ഉറങ്ങിയിട്ടില്ല, ഇന്ന് പിന്നെ കാലിക്കറ്റ് ബീച്ചിൽ വന്നുകൊണ്ട് ചില്ലിങ് ആയതുകൊണ്ട് ഇന്നും ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങാൻ സമയം കിട്ടില്ല. കണ്ടിന്യൂസ് ട്രാവൽസ് ഒക്കെ ആയിട്ട് എന്റെ സ്കിൻ ഭയങ്കര ഡള്ളായിട്ട് വരുന്നുണ്ട്. ഇനിയല്ലേ പറയണ്ട. ഇനി നമ്മ നേരെ വയനാട്. നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നത്? നമ്മളെങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ട് പോണേ? എങ്ങനെ പോണേ? ഞങ്ങള് എന്താ മസ്സിന്റെ കൂടി വഴി വയനാട് പോയതാലേക്ക്. അങ്ങനെ കല്ലട്ടി ചുരം വഴി അല്ല, മസ്സിന്റെ കൂടി വഴി വയനാട് പോയത്. വയനാട് ഗൈസ് ഇനി നമ്മ പോണ വെച്ചാ വയനാട് കേട്ടാ. വയനാട് ട്രിപ്പ് അടിക്കാൻ പോണേ. ഓക്കെ, ഞാൻ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഞാൻ ഇവിടുന്ന് കുറച്ച് ഞാൻ ഇറങ്ങും. ഓക്കെ, ഇപ്പോഴും ബീച്ച് ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ ഇവിടുത്തെ. ഇവിടെ ഇരുന്നിട്ട് മമ്മൂസ് അവർ കഴിക്കണ്ടേ. ഗൈസ് നമ്മപ്പോൾ ബീച്ചിൽ നിന്ന് പോകണം കേട്ടോ. നമ്മ ഇനി യാത്ര തുടങ്ങണേ, ബീച്ചിൽ നിന്ന് പോണേ. ഓക്കെ, എങ്ങനെയാണ് ബീച്ച് എങ്ങനെയായിരുന്നു? ബീച്ച് കണ്ടില്ലേ? എന്ത് കലക്കി? എന്ത് ഉള്ളിപ്പോ ആൾക്കാരൊക്കെ പോയി തുടങ്ങിട്ടാ. രാത്രി 2 മണി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മ ഇനി അടുത്ത് അപ്പൊ നമ്മ വയനാട്ടിലേക്കുള്ള യാത്ര കേട്ടാ. ഓക്കെ, അവിടെ ഉണ്ട് കേട്ടോ എല്ലാരും. ഓക്കെ, അപ്പൊ ഇനി വയനാട്ടിലേക്കുള്ള യാത്രയിൽ കാണാം കേട്ടോ. ചെക്കൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി നമ്മ ഓൺ ദ വേ വയനാട്. ഇനി വയനാട്ടിലേക്ക് വിളിക്കാം. രാത്രി ആയിരുന്നു ചിലപ്പോൾ വീഡിയോ എടുക്കൂല, നോക്കട്ടെ, നോക്കിയിട്ട് റോഡൊക്കെ വീഡിയോ നോക്കിയിട്ട് എടുക്കാം. ഓക്കെ,
ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ പറഞ്ഞോ അല്ല പറഞ്ഞു നമ്മളിപ്പോൾ എവിടെ എത്തി ഗായ്സ്? താമരശ്ശേരി ചുരം. നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എത്തിയിട്ടില്ല, താമരശ്ശേരി എത്തിയിട്ടുണ്ട്. ഗായ്സ്? അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് വിട്ടിട്ട് താമരശ്ശേരി ചുരം എത്താറായി ഗായ്സ്. ചുരം ചുരം എത്താറായി ഗായ്സ്. ചുരം കഴിഞ്ഞാ ഞങ്ങൾക്ക് ചുരം കാണിച്ചു കൊടുക്കാം. ചുരം ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ടീ ബ്രേക്ക്. അവര് പറയണ്ട, അല്ല അവരാണിത്. ടീ ബ്രേക്ക്. കോഫി ബ്രേക്കോ ടീ ബ്രേക്കോ? ബൂസ്റ്റ് ബ്രേക്ക്. ബൂസ്റ്റർ. ഇവിടെ എവിടെ സ്ഥലം? താമരശ്ശേരി അല്ലത്? താമരശ്ശേരി ചുരം. അവിടെ നമ്മൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നു. ചായ കുടിക്കാൻ. ചായ വന്ന് ചായ ചായ ശശികല ചായ കോമഡി ആട്ടാ. എന്റർടൈൻമെന്റ്. എങ്ങനെ അങ്ങനല്ലേ ഇങ്ങനെ അതും കൂടെ അതിന്റെ കൈ കൊള്ളൂ. ചൂടില്ല ഇടല്ലേ ചേട്ടാ. നല്ല കോട. പല്ല് കഴിക്കുമ്പോൾ പമ്പിലിവിടെ പമ്പിലാട്ടോ കിടന്ന് സിനിക്ക് തന്നെ സമയം 8 മണിയാണല്ലോ കേട്ടോ. എനിക്ക് ഓടാം. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടുന്ന് പമ്പിൽ നിന്ന് ഇറങ്ങാൻ പോട്ടോ. ഇനി നമ്മൾ റൂമിൽ 2 മണിക്ക് നമുക്ക് ചെക്കിങ് ചെയ്യണം. അവിടെ ചെക്കിങ്ങിന് ഇപ്പോൾ 2 മണിക്ക് എത്തിയാൽ മതി. അവിടെ നമ്മൾ ഇനി അവിടേക്ക് പോകണം. ഓക്കെ, സമയം 9 മണി. എത്ര മണി? 8:30 ആയിട്ടുള്ളൂ. ഇനിയുണ്ട് സമയം. അപ്പോൾ നമ്മൾ റൗണ്ടൊക്കെ അടിച്ച് കറങ്ങി അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരാം. ഓക്കെ, ഓൺ ദ വേയിൽ കാണാം. ഓക്കെ, ദോശ. എന്ത് കല്ല് ദോശ? കല്ല് ദോശ ഒന്ന്. കല്ല് ദോശ, സാമ്പാർ, ചട്നി. ഉണ്ട് ടേസ്റ്റ് ഒക്കെ എടുത്തോ. നല്ല ചൂടുണ്ട്. ഞാൻ കഴിച്ചോട്ടെ. ചമ്മന്തി, സാമ്പാർ, ഇടിയപ്പം. അത് ഞാൻ പറയട്ടെ. അവിടെ ഇടിയപ്പം, കടലക്കറി. കഴിച്ചിട്ടില്ല. അങ്ങനെ തരാം. നമ്മളിങ്ങനെ എടുത്തിട്ട് കറിയിട്ടിട്ട് ഇങ്ങനെ കൊടുക്കണം. കണ്ടിട്ട് ടേസ്റ്റ് ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. പറയാം, ടേസ്റ്റ് ഉണ്ടല്ലേ? അല്ലേ ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പുപൊടിയാ. വേറെ എന്താ പാട്? ചട്നിയിൽ കുറച്ച് ഉപ്പുണ്ട്. ചട്നിയിൽ ഉപ്പുണ്ടല്ലേ? അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ
പൂക്കോട് ലൈക്ക് എത്തിട്ടോ. ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് എടുക്കണം. 40 റംസ് ഒരാൾക്ക് കേട്ടോ. അഡൽട്ട്, ചിൽഡ്രൻസ് 30. ചെറിയ പാർക്കും നിങ്ങൾക്ക് പറ്റിയ പാർക്കാട്ടോ, ഇരുന്നാടാൻ പറ്റിയത്. ഇതാണോ ലൈക്ക്? എന്ത് ഗൈസ്, നമ്മ അങ്ങനെ പൂക്കോട് ലൈക്ക് എത്തിട്ടാ. ആണ് പൂക്കോട് ലൈക്ക്. ജസ്റ്റ് ബോട്ടിങ്ങും പിന്നെ അങ്ങനത്തെ ആക്ടിവിറ്റികളും മാത്രമല്ല കേട്ടോ ഇവിടെ. പിന്നെ ചെറിയ പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നടക്കാനുള്ളൊരു പാതിൻ്റെ ഇത് ഇങ്ങനെ റൗണ്ട് അടിച്ച് അതിലേ ഇങ്ങനെ വരാം, അവിടേക്കൊക്കെ വരാണ്ട. ഇങ്ങനെ റൗണ്ട് അടിച്ച് ഈ സ്പോട്ടിങ്ങിന് എത്തിട്ടാണ് നമ്മൾ വന്ന സ്പോട്ടിങ്ങിന് എത്തും. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ ലോങ് ആയിരിക്കും വീഡിയോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.